വണക്കം. എറണാകുളത്തെ പള്ളുരുത്തിയിലുള്ള സെയിൻറ്റ് റീത്ത സ്കൂൾ എന്ന് പറയുന്ന ഒരു സ്കൂള്. ഈ സ്കൂള് 2 ദിവസമായി പൂട്ടിയിട്ടിരിക്കുകയാണ്. കന്യാസ്ത്രീകൾ നടത്തുന്ന ഒരു സ്കൂളെന്നാണ് വാർത്തകളെല്ലാം പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. 2 ദിവസമായി ഈ സ്കൂൾ എന്തുകൊണ്ടാണ് പൂട്ടിയിട്ടിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സ്കൂളിൽ അവിടെയുള്ള അധ്യാപികമാർക്കും പിന്നെ അവിടെയുള്ള വിദ്യാർത്ഥികൾക്കും സ്കൂളിലേക്ക് എത്താൻ കഴിയാത്തൊരു സാഹചര്യമാണുള്ളത്. കുട്ടികൾ മാനസിക സംഘർഷത്തിലൂടെ കടന്നു പോകുന്നു എന്നാണ് ഇവിടെയുള്ള സ്കൂൾ മാനേജ്മെൻറ്റ് പറയുന്നത്. എന്താണ് ആ മാനസിക സംഘർഷം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ പ്രധാനമായിട്ടും പറയുന്നത് ഈ സ്കൂളിലൊരു വിഷയമുണ്ട്. അല്ല, എന്താണ് ആ വിഷയം? ഈ സ്കൂളിലുണ്ടായ വിഷയം എന്ന് പറഞ്ഞാൽ ഈ സ്കൂളിൽ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി ഹിജാബ് ധരിച്ചുകൊണ്ട് വന്നു. ഹിജാബ് ധരിച്ചുകൊണ്ട് വന്ന ശേഷം ക്ലാസ്സിൽ ഇരിക്കണമെന്ന് പറഞ്ഞു. ക്ലാസ്സിൽ ഇരുത്തില്ല എന്ന് പറഞ്ഞു. അതോടുകൂടി പുറത്തു നിന്നും എത്തിയ ചില സുഡാപ്പികൾ എന്ന് ആരോപിക്കുന്ന ചില ആൾക്കാർ സ്കൂളിൽ വന്ന് വലിയ രീതിയിലുള്ള ബഹളമുണ്ടാക്കി പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്ന് പറഞ്ഞു, പ്രതിഷേധം ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഭയത്തിലേക്ക് ഈ സ്കൂൾ പോയി. അതുകൊണ്ട് തന്നെ 2 ദിവസം ഒരു റിലാക്സേഷൻ എന്നുള്ള രീതിയിൽ ഈ സ്കൂൾ പൂട്ടിയിട്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. ഇതാണ് സംഭവം അവിടെ നടന്നത്. കേരളത്തിലെങ്ങും ഒരു പ്രതിഷേധവും ഒരു സ്ഥലത്തും കാണാനില്ല. പോരാത്തതിന് എനിക്ക് BJP പറയാനുള്ളത് ഛത്തീസ്ഗഡിൻ്റെ അത്ര ദൂരം ഇല്ല കേട്ടോ. ഇവിടെ പള്ളുരുത്തിയിലാണ്, എറണാകുളത്ത് പള്ളുരുത്തിയിലാണ് ഈ സ്കൂള്. ഒന്നതുവരെ പോകാമെന്നുള്ളതേ ഉള്ളൂ. ഛത്തീസ്ഗഡിൽ 2-3 കന്യാസ്ത്രീകൾ അവിടെ ജയിലിലാണെന്ന് കേട്ടപ്പോൾ ഇവിടെ നിന്ന് പല ആൾക്കാരെയും അങ്ങോട്ട് പറഞ്ഞു വിടുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നാണ് BJP-കാരോട് എനിക്ക് പറയാനുള്ളത്. ഇനി രണ്ടാമത് ഇവിടെ CPM-കാരോട് പറയാനുള്ളത് ജോൺ ബ്രിട്ടാസ് MP ജോൺ ബ്രിട്ടാസ് MP വാതോരാതെ സംസാരിക്കും ഉത്തരേന്ത്യയിലാണെങ്കിൽ മാത്രം എന്തെങ്കിലും കാര്യം. എന്നാൽ കേരളത്തിൽ ഏതെങ്കിലും കന്യാസ്ത്രീകൾ ആക്രമിക്കപ്പെടുകയാണെങ്കിലോ കന്യാസ്ത്രീകളുടെ സ്കൂളുകൾ അടച്ചുപൂട്ടുകയാണെങ്കിലോ ഏതെങ്കിലും വൈദികനെ ആരെങ്കിലും വണ്ടി കയറ്റിക്കൊല്ലാൻ ശ്രമിച്ചാലോ അല്ലെങ്കിൽ ഗുരുവായൂരിലടക്കമുള്ള സ്ഥലത്ത് ആരെങ്കിലും അവരുടെ ഏതെങ്കിലും ഭാഗത്തെ രോമം പിഴുത് തുളസിത്തറയിൽ ഇടാനായിട്ട് ശ്രമിച്ചാലോ പുൽക്കൂട് തകർത്താലോ ഒന്നും തന്നെ ജോൺ ബ്രിട്ടാസ് MP നാക്കാഞ്ഞങ്ങില്ല. ഉത്തരേന്ത്യയിലാണെങ്കിൽ ജോൺ ബ്രിട്ടാസ് MP നാക്കാഞ്ഞങ്ങും. ജോൺ ബ്രിട്ടാസ് MP ആ സമയത്തെ വാചകങ്ങളൊക്കെ കേൾക്കണം. ജോൺ ബ്രിട്ടാസ് MP ആ സമയത്ത് പറയുന്നത് സംഘപരിവാറിൻ്റെ കാട്ടാള കരാള ഹസ്തങ്ങൾ കൊടൂരമായി ആഴ്ന്നിറങ്ങുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇവിടെ മതം എന്ന് പറയുന്നൊരു സാധനം ഒരു പാവപ്പെട്ടവൻ അനുഷ്ഠിച്ച് ജീവിക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിലോട്ടാണ് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത് എന്നാണ് ഛത്തീസ്ഗഡിലൊക്കെ വന്നപ്പോൾ നമ്മുടെ ഈ വിഷയം വന്നപ്പോൾ നമ്മുടെ ജോൺ ബ്രിട്ടാസ് MP പ്രതികരിച്ച് കണ്ടത്. നല്ല മുട്ടക്കാട്ടം പ്രതികരണമായിരുന്നു, നല്ല അടിപൊളിയായിരുന്നു എന്ന് മാത്രമേ പറയാൻ നിർവാഹമുള്ളൂ. എന്തായാലും ഛത്തീസ്ഗഡിലെ ആ കന്യാസ്ത്രീകളുടെ വിഷയം ജെനുവിനായിരുന്നു. ജെനുവിൻ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഛത്തീസ്ഗഡിലെ സാമൂഹിക സാഹചര്യം അത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ ഛത്തീസ്ഗഡിൽ നിന്നാണ് ഇപ്പോൾ അമിത്ഷാ മാവോയിസ്റ്റുകളോട് കീഴടങ്ങണം, അവിടെ നീ മര്യാദയ്ക്ക് കീഴടങ്ങണം, നിൻ്റെ മുമ്പിൽ നമ്മൾ ആയുധങ്ങളൊന്നും താഴെ വയ്ക്കില്ല എന്ന് പറയുമ്പോൾ അവിടെയുള്ള മാവോയിസ്റ്റുകൾ അഭയ് എന്ന് പറഞ്ഞൊരു ലെറ്റർ അയച്ചു. നമ്മൾ വിചാരിക്കും അവന്മാർ കീഴടങ്ങില്ല എന്ന് പറഞ്ഞ് അയച്ച ലെറ്റർ ആയിരിക്കും. അങ്ങനെയല്ല. അഭയ് എന്ന് പറയുന്ന ലെറ്റർ ഞങ്ങൾ കീഴടങ്ങിക്കൊള്ളാം എന്ന് പറഞ്ഞയച്ച ലെറ്ററാണ് അവിടെ അമിത്ഷായുടെ കൈ കിട്ടിയത്. കാരണം ഇവിടെ മുക്കിലും മൂലയിലും മാവോയിസ്റ്റുകളാണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ജനങ്ങൾ പോലും അവിടെ ഏതെങ്കിലും ഒറ്റയ്ക്ക് നിൽക്കുന്നത് കണ്ടാലോ ആരെങ്കിലും എന്തെങ്കിലും ഒരു പ്രവർത്തനത്തിൽ അതായത് അസാൻമാർഗിക പ്രവർത്തനത്തിൽ വല്ലതും ഏർപ്പെടുന്നത് കണ്ടാലോ അവിടുത്തെ ജനങ്ങൾ ചാടി കയറി അങ്ങ് ഇടപെടും. ജനങ്ങൾ ചാടിക്കേറി ഇടപെടുക മാത്രമല്ല കംപ്ലീറ്റ് മാവോയിസ്റ്റ് ഏരിയകളാണ് എന്നുള്ളതാണ്. അത് അവിടുത്തെ ഒരു സാമൂഹിക സാഹചര്യമാണ്. ഇപ്പോൾ നമ്മുടെ കേരളത്തിലേക്ക് വരികയാണെങ്കിൽ കേരളത്തിൽ ഇതുപോലെ എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇവിടെ ഇടപെടാനായിട്ട് വരുന്നത് 2 DYFI-കാരും കാണും, 2 യൂത്ത് കോൺഗ്രസ്സുകാരും കാണും, 2 യുവമോർച്ചക്കാരും കാണും. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യമാണ് കേരളത്തിലൊരു സാഹചര്യം. അപ്പോൾ അങ്ങനെ ഈ കന്യാസ്ത്രീകളെ അവിടെ പിടിച്ചകത്തിട്ടു. 2021 5 പള്ളിയിലച്ചന്മാരെ അവിടെ പിടിച്ചകത്തിട്ടായിരുന്നു. അപ്പോൾ പ്രതിഷേധമൊന്നുമില്ല, കാരണം അപ്പോൾ BJP അല്ലല്ലോ ഭരിക്കുന്നത്. അപ്പോഴും ഇതേ സാമൂഹിക സാഹചര്യം തന്നെയായിരുന്നു അവിടെ, കാരണം അപ്പോൾ അവിടെ BJP അല്ല ഭരിക്കുന്നത്. അപ്പോൾ നമുക്ക് മുതലെടുക്കാനുള്ളൊരു സെറ്റപ്പ് ഇല്ല, വോട്ട് ബാങ്ക് തുറക്കാൻ പറ്റില്ല, അതുകൊണ്ട് അങ്ങോട്ടേക്ക് നമ്മൾ പോയില്ല. പക്ഷേ ഇപ്പോൾ ഭരണം മാറി BJP അവിടെ എങ്ങനെയൊക്കെയോ ഭരണം പിടിച്ചു. ആ പിടിച്ചപാട് അവർക്ക് തന്നെ അറിയും. അങ്ങനെ ഭരണം പിടിച്ചപ്പോൾ കാണാൻ 2 കന്യാസ്ത്രീകൾ ആ സമയത്ത് അകത്ത് പോകുന്നു. ഉടനെ ഇവിടെ വലിയ പുകിലാകുന്നു, അതിഭീകരമായിട്ടുള്ള മതനിന്ദയാകുന്നു. ഈ കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് കന്യാസ്ത്രീകൾ കിടന്നുറങ്ങിയത് കൊടും ക്രിമിനലുകളുടെ കൂടെയാണ് എന്നാണ് ഇവർ പറഞ്ഞത്. അങ്ങനെ ഒരു സാഹചര്യം പറഞ്ഞു വന്നപ്പോൾ കാണാം തൃശ്ശൂരിൽ നിന്ന് 2 കന്യാസ്ത്രീകളെ പൊക്കി എന്നുള്ള റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട്. അപ്പോൾ പിണറായി സർക്കാർ ഇടപെടുന്നു. പിണറായി സർക്കാരിൻ്റെ വലിയ മഹത്വപരമായിട്ടുള്ളൊരു സെറ്റപ്പാണ് ഇത് എന്നൊക്കെ പറഞ്ഞ് ഇവിടെ പിടിച്ചിരുന്നു. കാരണം ഇവിടുത്തെ പൊളിറ്റിക്കൽ നെറേറ്റീവ് രൂപപ്പെടുത്തുന്നതിൽ കമ്മികൾക്ക് വലിയ പങ്കുണ്ട്, ഇസ്ലാമിസ്റ്റുകൾക്കും വലിയ പങ്കുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഗുജറാത്തിൽ എവിടെയെങ്കിലും ഒരു മാലിന്യ പ്ലാന്റിന് തീ പിടിച്ചു കഴിഞ്ഞാൽ ഗുജറാത്തിൽ അവിടെ ഗർഭിണി ഓടുന്ന പടം, വയറ്റി പിടിച്ചുകൊണ്ട് നിൽക്കുന്ന പടം, ഛർദ്ദിക്കുന്ന പടം, കുട്ടി ഇങ്ങനെ റോഡിൽ തളർന്ന് കിടക്കുന്ന പടം, ഒരപ്പൂപ്പൻ കൈ നിറയെ മരുന്നുമായി ഇങ്ങനെ വച്ചുകൊണ്ട് ഇങ്ങനെ ആ മരുന്നിൽ നിന്ന് ഒരു ഗുളിക താഴെ വീഴുമ്പോൾ അപ്പം എടുക്കണം ഫോട്ടോ. ആ ഫോട്ടോയൊക്കെ ആയിരിക്കും ഇവിടെ പത്രത്തിൻ്റെ ചാനലിലേക്ക് വരുന്നത്. ചരിത്രത്തിലേക്കുള്ള പടങ്ങളാണ് എന്നൊക്കെ പറയും. പക്ഷേ ഇവിടെ ബ്രഹ്മപുരം നിന്ന് കത്തി എന്ന് പറഞ്ഞാൽ 10-12 ദിവസം നിന്ന് കത്തി. ഇതേ സംഭവങ്ങൾ അവിടെയും നടന്നു. ആ സമയത്ത് നമ്മുടെ ആ കമ്മി നെറേറ്റീവ് വർക്ക് ചെയ്തത് ഗംഭീരമായിട്ടുള്ള രീതിയിലാണ്. അവിടെ
തീ അണയ്ക്കാനായിട്ട് കഷ്ടപ്പെട്ട് തളർന്നിരിക്കുന്ന അവിടെയുള്ള ആ ഒരു ഫയർഫോഴ്സുകാരനെ ഫോട്ടോ എടുത്തു. എന്നിട്ട് അയാളുടെ പിറകെ 2 ചിറകും ഫിറ്റ് ചെയ്ത് മുകളിൽ ഒരു റിങ്ങും ഫിറ്റ് ചെയ്തിട്ട് നെന്മയുള്ള ലോകമേ കാത്തിരുന്നു കാണുക ഇതാണടാ കേരളം എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലോട്ട് അതിനെ കൊണ്ടെത്തിച്ചു. അപ്പോൾ അതാണ് ഒരു പൊളിറ്റിക്കൽ നെറേറ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് തിരിച്ച് ഈ കന്യാസ്ത്രീകളുടെ കാര്യത്തിലേക്ക് വരാം. അപ്പോൾ ഈ കന്യാസ്ത്രീകൾ നടത്തുന്ന ഈ സ്കൂൾ സെയിൻറ്റ് റീത്താസ് പള്ളുരുത്തിയിലെ ഈ സ്കൂളിൽ ആ കന്യാസ്ത്രീ ഒരു സ്വന്തം കൈപ്പടയിൽ എഴുതിയ ഒരു കുറിപ്പ് പങ്കുവച്ചിട്ടുണ്ട്. 2 ദിവസം സ്കൂളിന് അവധിയാണെന്ന് പറഞ്ഞാൽ അതെന്താണെന്ന് നമുക്കൊന്ന് വായിച്ചു വിടാം. ഇതാണ് ആ കുറിപ്പ്. ബഹുമാനപ്പെട്ട മാതാപിതാക്കളെ, നമ്മുടെ സ്കൂളിൽ അനുവദനീയമല്ലാത്ത വസ്ത്രധാരണവുമായി വന്ന ഒരു വിദ്യാർത്ഥിനിയുടെയും അഭ്യുദയകാംക്ഷികൾ അല്ലാത്ത ഭാഗത്തു നിന്നുണ്ടായ സമ്മർദ്ദം മൂലം പല വിദ്യാർത്ഥികളും അവധി ചോദിച്ചതിനാലും അധ്യാപക ജീവനക്കാരും മാനസിക സമ്മർദ്ദത്താൽ അവധിയെടുത്തതിനാലും മനസ്സമാധാനത്തോടെ കുട്ടികളെ പഠിപ്പിക്കുവാൻ സാധിക്കാത്ത ഒരു പ്രത്യേക സാഹചര്യമാണ് ഉടലെടുത്തിരിക്കുന്നത്. ആയതിനാൽ PTA എക്സിക്യൂട്ടീവ് അംഗങ്ങളുടെ അഭിപ്രായം ആരാഞ്ഞതിന് ശേഷം നാളെയും തിങ്കൾ, അതായത് മറ്റന്നാളും ചൊവ്വ സ്കൂളിന് അവധിയായിരിക്കുമെന്ന് അറിയിക്കുന്നു. നമ്മുടെ രാജ്യം അനുവദിച്ചിട്ടുള്ള സ്വാതന്ത്ര്യത്തിലും മാനേജ്മെൻറ്റിൻ്റെ അവകാശത്തിലും ഇണങ്ങുന്ന രീതിയിലും കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം തുടർന്നും നൽകുവാൻ ആകുമെന്ന് ശുഭാപ്തി വിശ്വാസമുണ്ട്. ഇനിയും നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിക്കുന്നു. സ്നേഹപൂർവ്വം SR ഹെലീന എന്നാണ് എഴുതിയിരിക്കുന്നത്. സിസ്റ്റർ ഹെലീന എഴുതിയ ഒരു കത്താണിത്. അതിൽ സിസ്റ്റർ ഹെലീന വളരെ ഗുരുതരമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഇനി ഈ സ്കൂൾ നടത്താൻ കഴിയും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്നാണ് ഹെലീന പറയുന്നത്. അപ്പോൾ എത്രത്തോളം വലിയ ആക്രമണമാണ് അവിടെ ഉണ്ടായിരിക്കുന്നത് എന്ന് നമ്മൾ ഈ കുറിപ്പിലൂടെ തന്നെ നമുക്ക് മനസ്സിലാവും. രണ്ടാമത് സിസ്റ്റർ ഹെലീന പറയുന്നത് സ്കൂളിൽ കുട്ടികളെ പഠിപ്പിക്കാൻ കഴിയാത്തത്ര രീതിയിൽ വലിയൊരു മാനസിക സമ്മർദ്ദം, ഒരു ഭീകരാന്തരീക്ഷം അവിടെ ഉണ്ടായിരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ വന്ന ആൾക്കാർ ഏത് തരത്തിലായിരിക്കും ഈ സ്കൂൾ മാനേജ്മെൻറ്റിനെ ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലായിരിക്കും. ഇത് നമ്മൾ അവിടെയും ഇവിടെയും പിടിക്കുന്നില്ല. നിഷ്പക്ഷമായിട്ടുള്ളൊരു ആംഗിളിൽ പിടിക്കാം. അവിടെയും പിടിക്കുന്നില്ല, ഇവിടെയും പിടിക്കുന്നില്ല. നിഷ്പക്ഷമായിട്ടുള്ളൊരു ആംഗിളിൽ പിടിച്ചു കഴിഞ്ഞാൽ ഈ സ്കൂളിൽ ഒരു കുട്ടി തലയിൽ ഒരു തട്ടമിട്ടുകൊണ്ട് വരുന്നു. അപ്പോൾ സ്കൂളിലെ സിസ്റ്റർ പറയുന്നു, മക്കളെ അത് ഇവിടെ അനുവദനീയമല്ല, കാരണം എല്ലാവരും ഉണ്ടല്ലോ, അപ്പോൾ എല്ലാ ആൾക്കാരുടെയും യൂണിഫോമിറ്റി പോവും, അതുകൊണ്ട് അത് ഊരി വയ്ക്കുക. സാധാരണ ജൂണിലാണ് ഈ കുട്ടി വന്ന് ജോയിൻ ചെയ്തത്. ജൂണ് മുതൽ ഇതുവരെ പ്രശ്നമില്ലായിരുന്നു. ഈ പ്രശ്നം പൊടുന്നനെയാണ് പൊട്ടിപ്പുറപ്പെട്ടത്. അപ്പോൾ എങ്ങനെയാണ് ഈ പ്രശ്നം പൊട്ടിപ്പുറപ്പെട്ടത് എന്നുള്ളൊരു ചോദ്യം കൂടെയുണ്ട്. അപ്പോൾ അങ്ങനെ ആ കുട്ടിയോട് പറയുന്നു, കുട്ടി സ്കൂളിനകത്ത് വന്നിട്ട് എന്ത് ചെയ്യും, സ്കൂളിനകത്ത് കയറി ക്ലാസ് മുറി കയറുമ്പോൾ ഈ ഇട്ടിരിക്കുന്ന ഈ ഷോൾ അങ്ങ് ഊരി വയ്ക്കും. ഈ ഷോൾ അതിൻ്റെ മാത്രം പ്രശ്നമേ ഉള്ളൂ. എന്നിട്ട് പുറത്തിറങ്ങുമ്പോൾ കുട്ടിക്ക് അത് വീണ്ടും വിടാം. ഇവിടെ ആരുടെ വസ്ത്രസ്വാതന്ത്ര്യവും ആരുടെ മതസ്വാതന്ത്ര്യവും തടയുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇനി സ്കൂളിലേക്ക് വരികയാണെങ്കിൽ എല്ലാ സ്കൂളിനും അതിൻ്റേതായിട്ടുള്ള കൃത്യമായിട്ടുള്ള ചട്ടങ്ങളുണ്ട് എന്നുള്ളത് ഹൈക്കോടതി 2018 പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. ഹൈക്കോടതി 2018 ഒരു വിധിയുണ്ട്. ഹൈക്കോടതിയുടെ ആ വിധി എന്ന് പറയുന്നത് ഫാത്തിമ തസ്നീം കേസിനാണ്. 2018 കേരള ഹൈക്കോടതി ഹിജാബ് സംബന്ധിച്ച ഒരു കേസിൽ സ്കൂളിലെ വസ്ത്രധാരണ രീതി ലംഘിക്കുന്നത് വിദ്യാർത്ഥിനികൾക്ക് വിവേചനമായി കണക്കാക്കാനാവില്ലെന്നാണ് വിധിച്ചിരിക്കുന്നത്. ഇവിടെ ഹിജാബ് ഇസ്ലാമിൻ്റെ അനിവാര്യമായ ഭാഗമായി കണക്കാക്കാനാവില്ലെന്നും സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെ യൂണിഫോം ചട്ടങ്ങൾ പാലിക്കേണ്ടത് അനിവാര്യമാണെന്നും കോടതി നിരീക്ഷിക്കുന്നുണ്ട്. ഫാത്തിമ തസ്നീം കേസ് ഈ വിധി പറയുന്നതിന് മുമ്പ് ഇത്തരം കേസുകളിൽ ഇത്തരം വിധികൾ വന്നിട്ടുമുണ്ട്. 2018 കർണാടക ഹൈക്കോടതിയിൽ ഹിജാബ് ധരിക്കുന്നതിനെതിരായിട്ടുള്ള കേസിൽ ഈ വിധി നടപ്പാക്കിയെന്ന് പറയപ്പെടുന്നുണ്ട്. പോരാത്തതിന് ശങ്കർ IAS പാർലമെൻറ്റ് വെബ്സൈറ്റ് വിധി അതെന്താണ്, സ്കൂളിലെ യൂണിഫോം ചട്ടങ്ങൾ ലംഘിക്കുന്നത് വിവേചനപരമായി കണക്കാക്കാനാവില്ല. ഒന്ന്, ഇനി അതിൻ്റെ കാരണം ഹിജാബ് ഇസ്ലാമിൻ്റെ അനിവാര്യമായിട്ടുള്ള ഘടകമല്ല. ഇനി അതിലെ നടപടി എന്താണ്, സ്കൂളിലെ യൂണിഫോം ചട്ടങ്ങൾ പാലിക്കാൻ വിദ്യാർത്ഥികൾക്ക് ബാധ്യതയുണ്ട്. അപ്പോൾ ഹൈക്കോടതി തന്നെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ ഹിജാബ് എന്ന് പറയുന്ന സാധനം സ്കൂളിൽ ധരിക്കേണ്ടതില്ല എന്നുള്ളത്. ഇനി ഞാനൊക്കെ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തുണ്ടല്ലോ, ഞാനൊരു CBSE സ്കൂളിലാണ് പഠിച്ചത്. പിന്നീട് സ്റ്റേറ്റിലോട്ട് ഞാൻ മാറി. അത് കഴിഞ്ഞ് ഞാൻ ഗവൺമെൻറ് സ്കൂളിലാണ് പഠിച്ചത്. അപ്പോൾ ഇവിടെ എല്ലാം ആ ചട്ടങ്ങളുണ്ടായിരുന്നു. ഞാനൊന്നും എൻ്റെ സ്കൂളിലോ എൻ്റെ ക്ലാസ്സിലോ ഇങ്ങനെ ഹിജാബ് ധരിച്ചൊരു പെൺകുട്ടിയെ കണ്ടിട്ടില്ല എന്നുള്ളത് പച്ചയായിട്ടുള്ളൊരു യാഥാർത്ഥ്യമാണ്. ആ കാലത്ത് ഇങ്ങനൊരു സെറ്റപ്പ് ഇല്ലായിരുന്നു. പിന്നെ ഇതൊക്കെ എപ്പോഴാണ് പൊട്ടിമുളച്ചത് എന്ന് എനിക്കൊരു പിടിയില്ല. ഇനി ഞാനൊക്കെ സ്കൂളിലോട്ട് പോകുമ്പോൾ ഫുൾ യൂണിഫോമായിട്ട് പോകണം. ഫുൾ യൂണിഫോം അല്ലെങ്കിൽ പ്രിൻസിപ്പാൾ നല്ല ചുട്ട അടി വെച്ച് തരും. അടി തന്നിട്ടേ അകത്തേക്ക് കയറ്റൂ. പ്രിൻസിപ്പാൾ ഇല്ലെങ്കിൽ നമ്മുടെ മെയിൻ ടീച്ചർ ഉണ്ടല്ലോ, ക്ലാസ് ടീച്ചർ എല്ലാവരെയും എണീപ്പിച്ച് നിർത്തും. എന്നിട്ട് എല്ലാവരും ഫുൾ യൂണിഫോം ആണോ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ അവിടെ ഇരുത്തത്തുള്ളൂ. അതൊരു ഡിസിപ്ലിൻ്റെ ഭാഗമാണ്. ചൊട്ടയിലെ ശീലം ചുടല വരെ എന്ന് കേട്ടിട്ടുണ്ടോ? ഫുൾ യൂണിഫോം ആയിരിക്കണം. ഞാനൊക്കെ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നപ്പോൾ ഒരു ബെൽറ്റ് ഉണ്ട്, ഒരു ടൈ ഉണ്ട്. ഇത് ഫുള്ളായിട്ട് ഈ ബട്ടൺ വരെ ഇട്ടിരിക്കണം. എന്നിട്ട് മാത്രമേ ടൈ കെട്ടാവൂ. ചില വേട്ടാവളിയന്മാർ ഈ ബട്ടൺ ഇടാതെ ടൈ ഇങ്ങനെ ഇട്ടിട്ട് യോ എന്ന് പറഞ്ഞ് വരുന്നൊരു സാഹചര്യമുണ്ട്. അവന്മാരെ എടുത്ത് വിളയെ കളയുന്നൊരു സാഹചര്യം അന്ന് സ്കൂളിലുണ്ടായിരുന്നു. അന്ന് പിടിച്ച് പുറത്ത് നിർത്തും. നീ എന്താ അങ്ങനെ ഇട്ടിരിക്കുന്നത്, കൃത്യമായിട്ട് ഇറാ, നിൻ്റെ മുടയൊന്നും ഇവിടെ നടക്കില്ല എന്ന് ടീച്ചർമാർ പറയുന്നൊരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു. ആ ഡിസിപ്ലിനിലൂടെ വന്ന ആൾക്കാരാണ് നമ്മൾ. പിന്നെ പാൻറ്റിൻ്റെ കാര്യം, സ്കിൻ ഫിറ്റ് പാൻറ്റ് ഇടാൻ പറ്റില്ല. സ്കിൻ ഫിറ്റ് പാൻറ്റൊന്നും നിനക്ക് ഇടാൻ പറ്റില്ല. എല്ലാവരും കൃത്യമായിട്ടുള്ള രീതിയിലെ പാൻറ്റാണല്ലോ ഇട്ടുകൊണ്ട് വന്നിരിക്കുന്നത്. അപ്പം നിനക്ക് മാത്രം എന്ത് കുരുവാ, സ്കിൻ ഫിറ്റൊന്നും ഇവിടെ ഇടാൻ പറ്റില്ല എന്ന് ടീച്ചർ കൃത്യമായി
കൃത്യമായിട്ട് പറയുന്നുണ്ട്. പാൻറ്റ് ലോ വേസ്റ്റ്, ഷഡ്ഡി കാണിച്ചുകൊണ്ടുള്ള ലോ വേസ്റ്റ് ഇടുന്ന ചില ബാക്ക് ബെഞ്ചേഴ്സ് ഉണ്ട്. അങ്ങനെ ലോ വേസ്റ്റ് ഇട്ട് കഴിഞ്ഞാലും നല്ല ചുട്ടാടി ചന്തി കിട്ടും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് അതിടാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ്. ലോ വേസ്റ്റ് ഇടാൻ പറ്റില്ല. പിന്നെ ബെൽറ്റിൻ്റെ ബക്കിളുണ്ടല്ലോ, ആ ബക്കിളിൽ മറ്റേ ഇങ്ങനെ പമ്പരമുള്ള ബക്കിളൊക്കെ ഇട്ടുകൊണ്ട് വരും. പമ്പരമുള്ള ബക്കിൾ, ആ പമ്പരമുള്ള ബക്കിളൊക്കെ ഇട്ടുകൊണ്ട് വന്നാൽ ടീച്ചർ സ്പോട്ടിൽ അടിയേരും. നാളെ അടി എന്നാണ് അകത്ത് കയറ്റുന്നത്. അങ്ങനത്തെ ഒരു സാഹചര്യമുണ്ട്. പിന്നെ ഈ ടീഷർട്ടിലോ കാര്യങ്ങളോ അല്ലെങ്കിൽ സ്കൂളിൻ്റെ യൂണിഫോമിലോ കാര്യങ്ങളോ എന്ത് പാടില്ല, യാതൊരു എഴുത്തും പാടില്ല. പിന്നെ പാൻറ്റ് കൃത്യമായിട്ടുള്ള പാൻറ്റ് ആയിരിക്കണം. ഷൂസിൻ്റെ സോക്സ് വരെ പരിശോധിക്കും. ഡെയിലി വരുമ്പം ഷൂസ് പോളിഷ് ചെയ്തിരിക്കണം. പോളിഷ് ചെയ്യാതെയാണ് ഷൂസ് ഇട്ടുകൊണ്ട് വരുന്നുണ്ടെങ്കിൽ ക്ലാസ്സിൽ കയറ്റില്ല. പോരാത്തതിന് ആ സമയത്ത് നമുക്ക് ബ്ലൂ സോക്സ് ആയിരുന്നു. ബ്ലൂ സോക്സ് ഒരു ദിവസം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ ബ്ലൂ സോക്സിന് പകരം ബ്ലാക്ക് സോക്സ് ഇട്ടുകൊണ്ട് പോയി. ബ്ലാക്ക് സോക്സ് ഇട്ടുകൊണ്ട് പോയ ദിവസം പിന്നെ എന്നെ ക്ലാസ്സിൽ കയറ്റില്ല. അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ബ്ലാക്ക് സോക്സ് പോലും ഇടാൻ പറ്റില്ല. എന്താണോ പറഞ്ഞിരിക്കുന്നത് അത് തന്നെ പറയണം. ടീച്ചർ വന്ന് ചോദിക്കുന്നത് നിനക്കെന്താ കൊമ്പുണ്ടോ, ഇത്രയും പേര് ഇങ്ങനെ ഇട്ടുകൊണ്ട് വരുമ്പോൾ നിനക്ക് മാത്രം എന്ത് കൊമ്പുണ്ടോ എന്നാണ് നമ്മുടെ ടീച്ചർ നമ്മളോട് ചോദിക്കുന്നത്. അതൊരു ഡിസിപ്ലിൻ്റെ ഭാഗമാണ്. ഇനി അത് മാത്രമല്ല, വേറെയും കാര്യങ്ങളുണ്ട്. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ 12:30 എന്ന് പറയുന്ന സമയമുണ്ടെങ്കിൽ ഭക്ഷണം കഴിക്കാനായിട്ട് ബെല്ലടിക്കും. ബെല്ലടിക്കുന്ന സമയത്ത് ഭക്ഷണം കഴിക്കേണ്ടവർ കൃത്യമായി ടവല് കൊണ്ടുവന്നിരിക്കണം. ആ ടവല് മേശപ്പുറത്ത് വിരിച്ച് ആ ടവലിൻ്റെ പുറത്ത് വേണം നമ്മുടെ ടിഫിൻ ബോക്സ് അല്ലെങ്കിൽ ലഞ്ച് ബോക്സ് വയ്ക്കാൻ. ആ ലഞ്ച് ബോക്സ് വെച്ചിട്ട് ഒരു മണി അരി പോലും ആ ടവലിൽ പോലും വീഴാൻ പാടില്ല. അങ്ങനെ വേണം ഭക്ഷണം കഴിക്കാൻ. ടവല് കൊണ്ടുവരാത്ത ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് ഇരുന്ന് കഴിക്കാൻ തറയുണ്ട്, തറയിൽ നിന്ന് കഴിച്ചാൽ മതി എന്നാണ് എന്നോടൊക്കെ പറഞ്ഞത്. ആ സമയത്ത് എനിക്കിതൊന്നും ഒരു പാതകമായിട്ട് തോന്നിയതേയില്ല. അങ്ങനെ പഠിച്ച് വളർന്നത് കൊണ്ട് തന്നെ ഞാനിപ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു മണി അരി പോലും തറയിലിടാറില്ല എന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിൽ നിന്ന് എനിക്ക് എടുത്തു പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. അങ്ങനെയാണ് നമ്മളൊക്കെ വളർന്നു വന്നിരിക്കുന്നത്. അപ്പോൾ അതേ സാഹചര്യത്തിലൂടെയാണ് ഓരോ സ്കൂളുകളും വളർന്നു പോകുന്നതും കുട്ടികളെ രൂപപ്പെടുത്തിയെടുക്കാനുള്ള ശ്രമം നടത്തുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇവിടെ വന്നുകൊണ്ട് ഇല്ല എൻ്റെ കുട്ടിക്ക് മാത്രം സ്പെഷ്യൽ നിയമമാണ്, എൻ്റെ കുട്ടി ഏലിയനാണ് എന്ന് പറയുന്നൊരു സാഹചര്യമൊന്നും ഒരിടത്തും അംഗീകരിക്കാൻ സാധിക്കില്ല. നമ്മുടെ ഭരണഘടനയെ അംഗീകരിക്കുന്നില്ല, നമ്മുടെ സുപ്രീം കോടതി അംഗീകരിക്കുന്നില്ല. നിനക്കൊന്നും കൊമ്പുമില്ല എന്ന് മാത്രമേ പറയാനുള്ളൂ. എല്ലാ പിള്ളേരെയും പോലെയാണ് ഓരോ കുട്ടിയും. ഒരു കുട്ടിക്ക് ഇവിടെ കൊമ്പില്ല. പിന്നെ നമുക്ക് ബർത്ത്ഡേ ആണെങ്കിൽ ആ ഒരു ദിവസം മാത്രം കളർ ഡ്രസ്സ് ഇട്ടുകൊണ്ട് വരാനുള്ള ഒരു അനുവാദമുണ്ട്. ഞാൻ പിന്നെ അന്നും കളർ ഡ്രസ്സ് ഇട്ടുകൊണ്ട് പോകാറില്ലായിരുന്നു. എൻ്റെ ബർത്ത്ഡേ ആണെന്ന് ആരോടും പറയാറില്ല. കാരണം എനിക്കൊരു ചെറിയ ജാള്യത ഉണ്ടായിരുന്നു. കാരണം ഈ ബർത്ത്ഡേക്ക് ഈ പിള്ളേർക്കെല്ലാം മുട്ടായി കൊടുക്കും. വീട്ടിൽ നിന്ന് തന്നു വിടും. വീട്ടിൽ നിന്ന് മുട്ടായി തന്നു വിട്ടിട്ട് കൊണ്ട് കൊടുക്കാൻ പറയും. ഞാൻ കളർ ഡ്രസ്സ് ഇടില്ല, പോകില്ല, മുട്ടായും കൊടുക്കില്ല. തിരിച്ചു കൊണ്ടുവന്ന മുട്ടായി മൊത്തം ഞാൻ തന്നെ തിന്നുന്ന ഒരു കാഴ്ചയാണ്. കാരണം എനിക്കൊരു എന്തോ ഒരു നാണക്കേട് പോലുള്ള ഒരു സെറ്റപ്പ് ഉണ്ടായിരുന്നു. ഞാൻ പൊതുവെ ഒരു ഇൻട്രോവേർട്ടായിരുന്നു ആ സമയത്ത്. അതുകൊണ്ട് ഞാനത് കൊടുക്കാറില്ലായിരുന്നു. അല്ലാതെ മുട്ടായി മൊത്തം എനിക്ക് തിന്നാനുള്ള കൊതി കൊണ്ടല്ല കേട്ടോ. ഇനി അങ്ങനെ പറഞ്ഞ് പറ്റത്തരുത്. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മുടെ ക്ലാസ്സും സ്കൂളും കാര്യങ്ങളൊക്കെ പോകുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സ്ഥലത്ത് എന്തിനാണ് ഇത്തരത്തിലുള്ള മത നിയമങ്ങൾ കുട്ടികളിൽ അടിച്ചേൽപ്പിക്കുന്നത്? ഇത് ആ കൊച്ചിനെ പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. ഇതിൻ്റെ പിന്നിൽ നിൽക്കുന്ന ക്ഷുദ്രശക്തികൾ, അത് പോപ്പുലർ ഫ്രണ്ട് ആയിരിക്കാം, അത് സുഡാപ്പികളായിരിക്കാം, പിന്നെ മറ്റു പലരുമായിരിക്കാം. അവർ മനഃപൂർവ്വം നമ്മുടെ സമൂഹത്തിലെ അന്തരീക്ഷം, ആ സമൂഹത്തിലെ സമാധാന അന്തരീക്ഷം തകർക്കാൻ നടത്തുന്ന പല കളികളുമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല, യാതൊരുവിധ തർക്കവുമില്ല. അതുകൊണ്ട് ആർക്കും കൊമ്പില്ല. അവിടെയുള്ള ടീച്ചർ പറഞ്ഞിട്ടുണ്ട്, മോളെ നിനക്കിങ്ങനെ വരാൻ സാധിക്കില്ലെങ്കിൽ നിൻ്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, നീ മുമ്പ് പഠിച്ച സ്കൂളിൽ ഇത് ഇട്ടുകൊണ്ട് പോകാൻ പറ്റില്ല, എങ്കിൽ അവിടെ പോയി പഠിച്ചോളൂ. പക്ഷേ ഇവിടുത്തെ നിയമം ഇങ്ങനെയാണ്, ഇവിടുത്തെ നിയമം പാലിക്കണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ എന്ന് പറഞ്ഞ് ഒഴിവാക്കി വിട്ടിട്ടുണ്ട്. പക്ഷേ ഈ സംഭവം എന്ന് പറയുന്നത് വളരെ ഗുരുതരമായിട്ടുള്ള അപകടകരമായിട്ടുള്ള നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ തന്നെ അങ്ങേയറ്റം അപലപിക്കേണ്ട ഒരു സംഭവമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ മന്ത്രി അപ്പൂപ്പൻ ഇതിലൊന്നും പറഞ്ഞു കേട്ടിട്ടില്ല. മന്ത്രി അപ്പൂപ്പൻ സാധാരണ മതപരമായിട്ടുള്ള പ്രാർത്ഥനയൊന്നും സ്കൂളിൽ വേണ്ട കേട്ടോ. മതപരമായിട്ടുള്ള കാരണം ഈ ഒരു മതപരമായിട്ടുള്ള പ്രാർത്ഥന അവിടെ നടത്തുമ്പോൾ അവിടെ മറ്റ് മതസ്ഥരിലുള്ള കുട്ടികളും കാണില്ലേ? അങ്ങനെയുള്ള കുട്ടികൾക്ക് ഈ മതത്തിലുള്ള ഈ പ്രാർത്ഥന കേൾക്കുമ്പോൾ ഒരു വികാരം വ്രണപ്പെട്ടാലോ? കൊച്ചു കുട്ടികളാണ്, കൊച്ചുകുട്ടികൾ, അവർക്ക് എന്ത് വ്രണപ്പെടാൻ? അവർക്ക് ഇപ്പുറത്തിരിക്കുന്ന ഒരു സുഹൃത്ത് അവനൊരു മനുഷ്യനാണെന്നുള്ളൊരു ചിന്ത മാത്രമേ ഉള്ളൂ. പിന്നെ അവൻ വളർന്ന് വന്ന് നിങ്ങളെയൊക്കെ പരിചയപ്പെടുമ്പോഴാണ് യവൻ മനുഷ്യനല്ല, യവൻ ഹിന്ദുവാണ്, അവൻ മുസ്ലിമാണ് എന്നൊക്കെ ഉള്ളൊരു തോട്ട് ഇവിടെയുള്ള പൊളിറ്റിക്സ് അവരുടെ തലയിൽ അടിച്ചേൽപ്പിച്ച് കൊടുക്കുമ്പോഴേ അവർക്ക് ഈ ഒരു സംഭവം വരത്തുള്ളൂ. അതുകൊണ്ട് കൊച്ചുകുട്ടികളെ തന്നെ ഇരുന്നോട്ടെ, അവർ ഏത് പ്രാർത്ഥന വേണോ കേട്ടോട്ടെ. ഇപ്പോൾ ഹിന്ദു ആയിരിക്കുന്ന ഒരു കുട്ടി ഒരു ഓർത്തഡോക്സ് സ്കൂളിൽ പഠിക്കുകയാണെങ്കിൽ അവൻ ജീസസിൻ്റെ പ്രാർത്ഥന കേട്ട് വളരുന്നതിൽ ഇവിടെ ആർക്കും യാതൊരു എതിർപ്പുമില്ല, അതിൽ യാതൊരു കുഴപ്പമില്ല എന്ന് മാത്രമേ പറയാനുള്ളൂ. ഇനി ഒരു ക്രിസ്ത്യാനിയായിട്ടുള്ള മുസ്ലിമായിട്ടുള്ള ഒരു കുട്ടി ഹിന്ദു മാനേജ്മെൻറ്റ് സ്കൂളിൽ പഠിക്കുമ്പോൾ അവൻ തുഞ്ചത്തെഴുത്തച്ഛൻ്റെ ആ ഒരു ശീലുകൾ കേട്ടാണ് അവൻ ക്ലാസ് തുടങ്ങുന്നതെങ്കിൽ അതിലും എതിർപ്പില്ല എന്നുള്ളതാണ്. കുട്ടികൾക്കൊരു എതിർപ്പുമില്ല. പിന്നെ നിങ്ങൾക്കൊക്കെ എവിടെ നിന്നാണ് ഈ എതിർപ്പ് വരുന്നത് എന്ന് മാത്രം എനിക്ക് മനസ്സിലാവുന്നില്ല. വെറുതെ കുട്ടികളുടെ ജീവിതം എടുത്ത് പൊളിറ്റിക്സ് കളിക്കരുത്. പൊളിറ്റിക്സ് കളിച്ചാൽ ബാക്ക് ഫയർ ചെയ്യും, അതിഭീകരമായിട്ട് ബാക്ക് ഫയർ ചെയ്യും. ആ ഇൻസ്റ്റാഗ്രാമിലോട്ടൊന്ന് കയറി നോക്കണം, ജെൻസി പിള്ളേർ എങ്ങനെയാണ് മന്ത്രി അപ്പൂപ്പനെയൊക്കെ വലിച്ച് കയറുന്നത്. അപ്പോൾ നമുക്കത് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയില്ലേ? ഏകദേശം എല്ലാ കാര്യങ്ങളും കവർ ചെയ്തല്ലോ. അപ്പോൾ ശരി.